ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയികളായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മുസ്ലിമായി നല്ല വ്യക്തികളായി നല്ല മനുഷ്യരായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമികമായ മര്യാദകൾ, ആദാബുകൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആഫത്തുൽ ലിസാൻ. ആഫത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അപകടങ്ങൾ എന്നർത്ഥം. നാവിൻ്റെ അപകടങ്ങൾ. ഈ നാവ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് വമ്പിച്ച മഹത്വമേറിയിട്ടുള്ള ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹത്തിൻ്റെ നിലയും വിലയും മഹത്വവും നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ശുക്ർ ചെയ്യുമായിരുന്നു, നന്ദി കാണിക്കുമായിരുന്നു മനുഷ്യർ. പക്ഷേ പ്രിയമുള്ളവരെ, നാവുകൊണ്ട് നരകം വാങ്ങുന്ന, നാവുകൊണ്ട് നരകത്തിൽ പതിക്കുന്ന എത്രയോ ജനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴികളിൽ നിന്നും വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യനും ഒന്നും ഉച്ചരിക്കുന്നില്ല, ഒരു അക്ഷരം പോലും, ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവൻ്റെ അടുത്ത് റഖീബും അതീദും ഉണ്ടായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ച് കൃത്യമായി അത് രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളുണ്ടെന്നർത്ഥം. നന്മയാകട്ടെ തിന്മയാകട്ടെ. പ്രിയമുള്ളവരെ, ആ വചനം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? നമ്മുടെ നാവ് അതുകൊണ്ട് അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത, അല്ലാഹു തആല തൃപ്തിപ്പെടാത്ത, റബ്ബിൻ്റെ പൊരുത്തമില്ലാത്ത ഒരു വാക്കും നമ്മൾ പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രമുഖനായിട്ടുള്ള ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
യമനിലേക്ക്, അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിത്തീർന്നപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നപ്പോൾ യമനിലേക്കൊക്കെ ഗവർണറൊക്കെ ആയിട്ട് നിയോഗിക്കുന്നുണ്ട്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഫ അൻക ഹാദാ യാ മുആദ്, കുഫ അൻക ഹാദാ വഅഖദ ബിലിസാനിഹി, നാവിലിങ്ങനെ പിടിച്ചിട്ട് ഇത് നീ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമല്ല, ഒരു ഉപദേശം മാത്രമല്ല, എല്ലാവർക്കുള്ള ഉപദേശമാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള ഉപദേശമാണ്. ഈ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം, അതിനൊരു കൺട്രോൾ വേണം. എന്തും പറയുക എന്നുള്ളത് ഈമാനുള്ള മനുഷ്യർക്ക് ചേർന്നതല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഹൽ യകുബ്ബുന്നാസു ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതുഹും. അതായത് പ്രിയമുള്ളവരെ, ചില ജനങ്ങൾ, ചില ആളുകൾ നരകത്തിലേക്ക് വീഴും. എങ്ങനെയാ വീഴുക? മുഖം കുത്തി വീഴുന്നാണ്. അലാ മനാഖിരിഹിം, മൂക്കടിച്ച് ഈ കാലിലല്ല അവർ നരകത്തിലേക്ക്, മറിച്ച് തല മുഖം കുത്തിയിട്ടാണ് അവർ വീഴുക. എന്താ അങ്ങനെ വീഴാനുള്ള കാരണം? ഇല്ലാ ഹസായിദു അൽസിനതുഹും, അവരുടെ നാവുകൾ, അവരുടെ ലിസാന്, നാവുകൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടാണ്, പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാനുള്ള കാരണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് നാവ് കൊണ്ട് നരകം കിട്ടുമെന്ന് മാത്രമല്ല, ആ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെയാ? മുഖം കുത്തിക്കൊണ്ടാണ്. ഖിയാമത്ത് നാളിൽ ചില ആളുകൾ അങ്ങനെയാണ് വരികയും ചെയ്യുക എന്ന് ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഇബ്നു ബുറൈദ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള അദ്ദേഹം പറയുകയുണ്ടായി, റഅയ്തു ഇബ്നു അബ്ബാസ്, സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു, അഖദ ബിലിസാനിഹി, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചു. വഹുവ യഖൂലി, എന്നിട്ട് പറഞ്ഞു, വൈഹക്, അദ്ദേഹം നാവിനോട് അദ്ദേഹം ഒരു സ്വന്തം ഇങ്ങനെ പറയാണ്, വൈഹക് കുൽ ഖൈറൻ, വൈഹക് നിനക്ക് നാശം, കുൽ ഖൈറൻ നന്മ നീ പറയണം, നീ എന്ത് ചെയ്യണം? ഖൈർ പറയണം, എന്നാലോ തഗ്നം നീ ധന്യനാകും, നീ നല്ലവനായിത്തീരും. ഔ ഉസ്കുത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? മൗനം പാലിക്കണം. അൻസൂഇൻ, തിന്മകളെ സംബന്ധിച്ച് ചീത്ത കാര്യങ്ങൾ നീ പറഞ്ഞുകൂടാ, എന്നാലോ തസ്ലം, എന്നാൽ നീ രക്ഷപ്പെടും. അപ്പം ചീത്ത കാര്യങ്ങളിൽ നിന്ന് നാവിനെ നിയന്ത്രിച്ച് മൗനം പാലിച്ചാൽ നീ എന്ത് ചെയ്യും? രക്ഷപ്പെടും. നാവ് കൊണ്ട് നന്മ മാത്രമേ പറയാവൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നാവിൻ്റെ ഒരുപാട് ആപത്തുകളെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിരവധി പ്രശ്നങ്ങളാണ് മനുഷ്യന്മാർ ആഖിറത്തിൽ സ്വർഗത്തിന് പകരം നരകം വാങ്ങിക്കൂട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലഅനത്ത് നടത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ആക്ഷേപിക്കുക, വെറുതെ മറ്റുള്ള ആളുകളെ കുറിച്ച് അങ്ങേയറ്റം ആക്ഷേപം നടത്തുക, ചീത്തവാക്കുകൾ പറയുക, അതോടൊപ്പം തന്നെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വെറുതെ അനാവശ്യമായി തർക്കിക്കുക, അൽ ജിദാലു ബിൽ ബാത്തിൽ, അനാവശ്യമായി തർക്കിക്കുക. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ്. കണ്ടോ, അത് ജൂതന്മാരുടെ സ്വഭാവമാണെന്ന. സത്യവിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യമായിട്ട് തർക്കിച്ചുകൂടാ. വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് തർക്കിക്കുക, അതൊന്നും തന്നെ പാടുള്ളതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല സ്വഭാവം ഉണ്ടാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖല ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുക എന്താ? അത് മിൻ ഖുലുഖിൻ ഹസൻ, സൽ സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്.
നമ്മുടെ പരലോകത്ത് നന്മയും തിന്മയും തൂക്കിക്കണക്കാവുന്നതാണല്ലോ. അവിടെ നന്മയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഘനം കൂടുക, ഭാരം കൂടുക തുലാസിൻ്റെ തട്ടിൽ. അതെന്താണ്? ഖുലുഖിൻ ഹസൻ, ഏറ്റവും നല്ല സ്വഭാവമാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്നല്ലാഹ യബ്ഗലുൽ ഫാഹിഷൽ ബദീ, ഈ മ്ലേച്ഛമായ ചീത്തയായ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെ അല്ലാഹു തആല വെറുക്കുന്നു എന്നുള്ളതാണ്. ഇന്നല്ലാഹ യബ്ഗലു, അത്തരം ആളുകളോട് അല്ലാഹു തആല തീർച്ചയായും വെറുക്കുന്നു എന്നാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞുകൂടാ എന്നുള്ളതാ. നേരത്തെ നമ്മൾ പറഞ്ഞു മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നാവിൻ്റെ അപകടങ്ങളായിട്ട് ഒരുപാട് സംഗതികൾ ഇവിടെ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അശ്ശിർക്കു ബില്ലാഹി തആല, ഒന്നാമതായിട്ട് അത്യുന്നതനായ അള്ളാഹുവിൽ ഷിർക്ക് വെക്കുന്ന സംഗതികൾ പറയുക, അത് അങ്ങേയറ്റത്തെ അപകടകരമാകുന്നു. മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുന്നു, ഫഇന്ന മഅസിയത്തൻ നുതുഖ് യദ്ഖുലു ഫിഹാ അശ്ശിർക്ക്, അതായത് ഫഇന്ന മഅസിയത്തൻ നുതുഖ്, ഈ ഉച്ചാരണം, നുതുഖ് നമ്മൾ സംസാരിക്കുക, അതിൽപ്പെട്ട മഅസിയത്ത് പാപമാകുന്നു. എന്ത്? യദ്ഖുലു ഫിഹാ അശ്ശിർക്ക് വഹുവ അഅ്ലമു ദുനൂബ് ഇൻദല്ലാഹ്, അതിനൊന്നാമതായിട്ടുള്ളത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അഅ്ലമു ദുനൂബ്, വമ്പിച്ച ഗുരുതരമായിട്ടുള്ള പാപമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ആ രൂപത്തിലുള്ള വാക്കുകൾ നാവ് കൊണ്ട് പറയാൻ പാടില്ല. അൽ ആഫത്തു സാനി അൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽം, രണ്ടാമതായിട്ടുള്ള ഒരു പാപം. പ്രിയമുള്ളവരെ, നാവ് കൊണ്ടുള്ള ഒരു പാപം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? അറിവില്ലാതെ അള്ളാഹിനെ കുറിച്ച് പറയുക. ഇപ്പം നമ്മൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോട് പോലും അവരെ സമാധാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാനോ അള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ള പറയാത്ത കാര്യം പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? അൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽം, വിജ്ഞാനമില്ലാതെ, ഇൽമില്ലാതെ അള്ളാഹിൻ്റെ പേരിൽ കാര്യങ്ങൾ പറയുക, അത് അപകടകരമാണ്, വലിയ പാപമാണെന്നാ. എന്താ പറയുന്നത്? ഇന്നൽ ഖൗല അലല്ലാഹി തആല ബിഗൈരി ഇൽമിൻ ഹുവ മിൻ അഅ്ലമിദ് ദുനൂബ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സുഹൃത്തുക്കളോട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, ശരിക്കും അള്ള എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ്? ഭയങ്കര തെറ്റാണ് എന്ന് നമ്മൾ അറിയുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഗീബത്ത് പറഞ്ഞർത്ഥം പരദൂഷണം. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നമ്മുടെ സഹോദരൻ മരിച്ചു കിടക്കുകയാണ്. ഗീബത്ത് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ പച്ചമാംസം നമ്മൾ കഴിക്കുന്നതിന് തുല്യമാണെന്ത്? ഗീബത്ത് പറയുക എന്ന് സൂറത്ത് ഹുജറാത്തിൽ കാണാം. വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, മരണപ്പെട്ട നിന്റെ സഹോദരൻ്റെ മാംസം കഴിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമുഹു, നീ വെറുക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ പറയാ, അള്ളാഹിൻ്റെ വചനാണ്. നമ്മൾ മറ്റുള്ള ആളുകളുടെ, നമ്മുടെ മുസ്ലിമായ ഒരാളുടെ ഗീബത്ത് എന്തായാലും പറഞ്ഞുകൂടാ. ആരുടെയും ഗീബത്ത് പറയാതിരിക്കുക. നിങ്ങൾ നോക്കൂ, അതെന്താണ്? അത് സ്വന്തം സഹോദരൻ്റെ മരിച്ചു കിടക്കുന്ന, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, മരിച്ച നിന്റെ സഹോദരൻ്റെ മാംസം കഴിക്കുന്നത്, ഫകരിഹ്തുമുഹു, നീ വെറുക്കുന്നു അല്ലേ? അതിന് തുല്യമാണെന്ത്? ഗീബത്ത് പറയുന്ന. അപ്പോൾ ഇതൊക്കെ വമ്പിച്ച തെറ്റുകളാണ്. നമുക്കിപ്പോൾ അതൊക്കെ നിസ്സാരമാണ്. അല്ലെങ്കിലും ആളുകൾക്ക് എന്താണ്, ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും മദ്യപിച്ചാൽ വലിയ പ്രശ്നമില്ല, വ്യഭിചരിച്ചാൽ പ്രശ്നമില്ല, അതുപോലെ സ്വന്തം ബാപ്പയെയും ഉമ്മായെയും ഒക്കെ മാതാപിതാക്കളെയൊക്കെ ചവിട്ടി പുറത്താക്കിയാലും അതൊന്നൊരു പ്രശ്നമില്ല, അവൻ്റെ കൂടെയും ആളുകളുണ്ടാകും എന്നുള്ളൊരവസ്ഥയെ. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അവൻ്റെ കൂടെയും ആളുകളുണ്ടാകും. ഇതൊന്നും ശരിയല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന് ഹക്കിൻ്റെ ഭാഗത്തായിരിക്കണം, അവൻ നന്മയുടെ ഭാഗത്തായിരിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഗീബത്ത് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അതോടൊപ്പം പ്രിയമുള്ളവരെ,
നമ്മളിപ്പോൾ നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഖുർആൻ ഓതുന്നു, പള്ളിയിൽ വരുന്നു, ദുആ ചെയ്യുന്നു. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കളവ് പറയാന്നുണ്ടല്ലോ, കളവ് പറയുക, വെറുതെ കളവ് പറയുക. ഈ കളവ് കദീബ്, കദ്ദാബ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ കളവ് പറയുക എന്നുള്ളത് ഒക്കെ ഇസ്ലാമിൽ വമ്പിച്ച പാപാണ്. കളവ് പറയുക എന്നുള്ളത് അതുകൊണ്ടാ കുലിൽ ഹക്ക് വലൗ കാന മുർറ, കയ്പുള്ളതാണെങ്കിലും നീ ഹക്ക് പറയണമെന്നാ. നിങ്ങൾ നോക്കൂ, കപടവിശ്വാസികളുണ്ടല്ലോ. ഇപ്പോൾ കാഫിർ പറഞ്ഞതർത്ഥം സത്യനിഷേധി എന്നാണ്, മുഅ്മിൻ പറഞ്ഞതർത്ഥം സത്യവിശ്വാസി എന്നാണ്. എന്നാൽ ഒരു കാഫിറിനേക്കാൾ അപകടകാരി ആരാണ്? മുനാഫിക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, മുനാഫിക്ക് പറഞ്ഞതർത്ഥം കപടവിശ്വാസി. പുറത്തേക്ക് വിശ്വാസമുണ്ട്, അകത്ത് കാബഡ്ഡിയാണ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും കപടവിശ്വാസികൾ. നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും കപടവിശ്വാസികൾ എന്നാ. ഈ കപടവിശ്വാസികളുടെ ലക്ഷണം എന്താ? ആയത്തുൽ മുനാഫിഖി സലാസുൻ, 3 കാര്യങ്ങളാണ് കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ. ഇതാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. ഒരാൾ കപടവിശ്വാസി പറഞ്ഞിട്ടേ ജന്മനാ കപടവിശ്വാസിയായി ജനിക്കല്ല. പിന്നെന്താ, ഈ പറയുന്ന ഗുണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ കപടവിശ്വാസിയാണ്. അള്ളാഹിൻ്റെ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപടവിശ്വാസിയുടെ ലക്ഷണം 3 എന്താണ്? അവൻ സംസാരിച്ചാൽ കളവ് പറയും. മറ്റൊന്ന് വഇദ ഉതുമിന ഖാന, അവനെ വിശ്വസിച്ചാൽ അവൻ ചതിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, നമ്മൾ നാട്ടിലേക്ക് പോകാൻ, അപ്പം അതിന് ലീവ് അടിക്കണം, ടിക്കറ്റ് വേണം, പണം വേണം. അപ്പം അത് ഇന്ന സമയത്ത് ഇന്ന ടൈമിൽ നമുക്ക് തരാമെന്ന് പറയാൻ. പക്ഷേ അതുണ്ടായിട്ടും ആ ഒരു വിശ്വസിച്ച് പോവുകയാണ് ഈ മനുഷ്യൻ, യാത്രക്കാരനായിട്ടുള്ള മുസാഫിർ വിശ്വസിച്ച് പോവുക. പക്ഷേ ഇത് കൊടുക്കേണ്ട ആൾ വഞ്ചിച്ചാലോ? ഒരു ഉദാഹരണം പറയുന്നുള്ളൂ, എന്ത് സംഭവമായിരുന്നാലും ഇത് തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക, അത് കപടവിശ്വാസിയുടെ ലക്ഷണ. എന്നിട്ട് എന്താ പറയുന്നത്? വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ നിനക്ക് ഞാൻ 1000 റിയാൽ തരാം, പക്ഷേ പിന്നീട് അവൻ എന്ത് ചെയ്യുന്നത്? ലംഘിക്കുന്നു. ഇതൊക്കെയാണ് കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ആ കപടവിശ്വാസിയുടെ ഒരു ലക്ഷണം എന്ത് പ്രിയമുള്ളവരെ? കളവ് പറയുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മൾ നാവിൻ്റെ അപകടങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണെന്ത്? കളവ് പറയുക. അപ്പോൾ അതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. കളവ് എന്ന് പറഞ്ഞാൽ അത് ചെറുതാണെന്നോ അത് നിസ്സാരാണെന്നോ നമ്മൾ ധരിച്ചുകൂടാ. വലിയ വലിയ കുറ്റങ്ങൾ പോലും ചെറിയ ചെറിയ തെറ്റുകളായിട്ട് ആളുകൾ കാണുകയാണ്. അത് പാടില്ല. നമ്മളൊക്കെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ്. ഖബറിൽ കടക്കേണ്ടുന്ന ആളുകളാണ് പ്രിയമുള്ളവരെ. അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ടാവും. അപ്പോൾ അത് കളവ് പറയുന്നത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു ഹദീസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾ എന്താ അറിയോ, ഇങ്ങനെ കളവ് പറയും. അവർ ചിലപ്പോൾ നിസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാവും, ഖുർആനോത്തുണ്ടാവും, ദിക്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ കളവ് ഇങ്ങനെ പറയും. അങ്ങനെ തുടരെ കളവ് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയങ്ങൾ? ഒരു ഹദീസിൽ കാണാം, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യം പറഞ്ഞാൽ, സത്യവാനായി കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അല്ലാഹു തആല പുണ്യത്തിലേക്ക് നയിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ പുണ്യനിമിത്തം അവന് സ്വർഗത്തിലേക്ക് പോകും. എന്നിട്ടോ പ്രിയമുള്ളവരെ, വ ഇന്നർ റജുല ലയസ്ദുക ഹത്താ യകൂന സിദ്ദീഖ, അങ്ങനെ അവന് സത്യം മാത്രം പറഞ്ഞ് കളവൊന്നും പറയുന്നില്ല. അങ്ങനെയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. ആ ഒരു സ്ഥാനം അവന് ലഭ്യമാകും. എന്നാൽ കളവ് പറഞ്ഞാലോ, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് പറഞ്ഞാൽ അവന് ഫാജിറാകും.
അധർമ്മകാരിയാകും. വ ഇന്നൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ, അവനെ അവസാനം നരകത്തിലേക്ക് അതെത്തിക്കും. വ ഇന്നർ റജുല ലയക്ദിബ ഹത്താ യക്തുബ ഇൻദല്ലാഹി കദ്ദാബ. കണ്ടോ, കളവ് പറഞ്ഞ് അവസാനം അള്ളാഹിൻ്റെ അടുക്കൽ അവന് കദ്ദാബ്, പെരുന്നുണയൻ എന്നുള്ള അർത്ഥത്തിൽ അവനെ രേഖപ്പെടുത്തുന്ന. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിയന്ത്രിക്കണം. ഇത് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ ഇപ്പോൾ ഏപ്രിൽ ഫൂൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞിട്ട് ആളുകളെ ചിരിപ്പിക്കുക ഒക്കെയാണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി ലിയുൽഹിക ബിഹിൽ ഖൗം ഫയക്ദിബു വൈലുൻ ലഹു വവൈലുൻ ലഹു എന്നാണ്. അതായത് നാശം, വൈല് പറഞ്ഞാൽ നരകം എന്നും അർത്ഥമുണ്ട്. വൈല് പറഞ്ഞാലേ ഒരു ഇതിൽ കാണാം, നരകത്തിൻ്റെ ഒരു ഭാഗത്തിനാണ് വൈലെന്ന് പറയാന്ന. ഏതായിരുന്നാലും നാശം. അല്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുൽഹിക ബിഹിൽ ഖൗം, ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവന് നാശം എന്ന് ആരാ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആളുകളൊന്ന് ചിരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കളവങ്ങോട്ട് കാച്ചി എന്ന് വിചാരിക്കുക, ഒരു നുണയാണ് പറഞ്ഞെന്ന് വിചാരിക്കുക. അവൻ എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് നാശം, വൈൽ എന്നാണ് അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ചില ഘട്ടങ്ങളിൽ കളവ് പറയേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ. അതെപ്പോഴാ? ഒരു ഹദീസിൽ കാണാം, സഹീഹായിട്ടുള്ളൊരു ഹദീസിൽ, ലൈസൽ കദ്ദാബുല്ലദി യുസ്ലിഹു ബൈനന്നാസ് ഫയുൻമി ഖൈറാ ഔ യഖൂലു ഖൈറാ. അതായത് രണ്ടാളുകൾ പിണങ്ങി നിൽക്കാൻ, തെറ്റി നിൽക്കാൻ രണ്ടാളുകൾ. അപ്പോൾ ആ ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് അർത്ഥം രഞ്ജിപ്പ് ഉണ്ടാക്കാൻ, അവരുടെ ആ തെറ്റ് അവസാനിപ്പിച്ച് നല്ല ഒരു കണക്ഷൻ, നല്ലൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു? ചെറിയ ചില കളവുകളൊക്കെ പറയാം, അല്ലെങ്കിൽ ചെറിയ സംഗതികളൊക്കെ പറയാം. അതെന്തല്ല, ലൈസൽ കദ്ദാബ്, അത് ഒരു നുണയല്ല, അല്ലെങ്കിൽ അതിനെ കള്ളനായിട്ട് അല്ലെങ്കിൽ നുണ പറയുന്നവനായിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാത്രമല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താ പറയുക? ഇപ്പം ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾക്കിടയിൽ ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ട് ചില അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം, കളവൊക്കെ പറയാം. അതുപോലെ തന്നെ ഹദീസു റജുലു ഇംറഅതി, ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കാൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കാൻ, അത് അവർക്കിടയിൽ എന്ത് വേണം? ഐക്യം ഉണ്ടാക്കണം. അവർക്കിടയിൽ സ്നേഹവും അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പം അതിന് ചെറുതായിട്ട് ചില കളവുകളൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ അടുക്കൽ എന്തല്ല, കുറ്റമല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നതാണ്. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം, പ്രിയമുള്ളവരെ, നമ്മൾ ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ബാത്തിലായിട്ടുള്ള അൽ കലാമു ബിൽ ബാത്തിൽ, അടിസ്ഥാനമില്ലാത്ത ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം തന്നെ സത്യം അത് പറയാതിരിക്കാനും പാടില്ല എന്ന് നമ്മൾ അറിയുക. അതോടൊപ്പം തന്നെ വേറെ ഗുരുതരമായൊരു കാര്യം, കള്ളസാക്ഷി നിൽക്കുക. കാണാത്തൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, വല്ലാഹി ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുക, കള്ളസാക്ഷി നിൽക്കുക. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, 1000 റിയാലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കൂടുതലില്ല, പക്ഷേ മറ്റൊരാൾ പറയാം വല്ലാഹി ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറയാം. അതാണ് കള്ളസാക്ഷ്യം, കള്ളത്തരം. ഇതൊക്കെ എന്താണ്? ഇസ്ലാമിൽ ഗുരുതരമായ തെറ്റാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ഫുർഖാൻ, ഇപ്പോൾ ഇഷാ നമസ്കാരത്തിനായി ഇമാം ഓതിയല്ലോ, അവിടെ അതിൽ തന്നെ പറയുന്നുണ്ടത് വല്ലദീന ലാ യഷ്ഹദൂന സൂർ,
സൂർ, അവർ കള്ളസാക്ഷ്യത്തിന്, കള്ളത്തരത്തിന് സാക്ഷ്യം വഹിക്കുകയില്ല. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, അവർ നല്ലവരായിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ കള്ളസാക്ഷ്യത്തിന് അത് വലിയ കുറ്റാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാൻ, വലാ തക്തുമു ഷഹാദ വമൻ യക്തുമുഹാ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു വല്ലാഹു ബിമാ തഅമലൂന അലീം. നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കാൻ പാടില്ല. ചിലത് നേരെ ഇപ്പോൾ ഒന്നില്ലാത്തത് പറയാം, മറ്റേ ഉള്ളത് പറയാതിരിക്കുകയും ചെയ്യുക. 1000 രൂപ 1000 റിയാൽ കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ട് അതിന് സാക്ഷിയാണ്, കണ്ടിട്ടുണ്ട്, അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. രണ്ടവസ്ഥയും പാടില്ല. മനസ്സിലായല്ലോ? ഇതൊക്കെ ഖുർആനിലെ ആയത്തുകൾ തന്നെ, അള്ളാഹിൻ്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ അതാ പറയും, വലാ തക്തുമു ഷഹാദ. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഒരിക്കൽ നബിൻ്റെ അടുക്കൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു അറബി വന്നു. ബദു എന്ന് പറയാറില്ലേ നമ്മൾ, അറാബി എന്നാണ് പറയുക ഹദീസിൽ. ജാഅ അറാബിയുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗ്രാമീണവാസി, ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു അറബി വന്നു. ഫഖാല യാ റസൂലല്ലാഹ് മൽ കബായിർ. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, വൻ പാപങ്ങൾ എന്തൊക്കെയാകുന്നു, എന്തൊക്കെയാണ് ഗുരുതരമായ തെറ്റുകൾ എന്ന് ചോദിച്ചു. ഖാല അൽ ഇഷ്റാഖു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുക, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് ഇബാദത്ത് സമർപ്പിക്കുക. ഖാല സുമ്മ മാദാ. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, റസൂലേ പിന്നെ ഏതാകുന്നു? ഖാല ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ആക്ഷേപിക്കുക, ഉമ്മയെയും ഉപ്പയെയും ഒക്കെ ആക്ഷേപിക്കുക എന്നുള്ളത് വമ്പിച്ച പാപങ്ങളിൽപ്പെട്ടതാണ്. അതൊന്നും നിസ്സാരമല്ല, അതൊന്നും ചെറുതല്ല, ഗുരുതരമായിട്ടുള്ള തെറ്റുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖാല സുമ്മ മാദാ. പിന്നെയും ആ മനുഷ്യൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, സുമ്മ മാദാ, പിന്നീട് ഏതാകുന്നു? ഖാല അൽ യമീനുൽ ഗമൂസ്. പിന്നീട് ഒന്ന് അൽ ഇഷ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. 2 ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ആക്ഷേപിക്കുക. 3 അൽ യമീനുൽ ഗമൂസ്. എന്താണ് യമീനുൽ ഗമൂസ്? ഖുൽതു വമൽ യമീനുൽ ഗമൂസ്, എന്താ റസൂലേ യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ? ഖാല യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നൊരു സംഗതിയാ. അല്ലദീ യഖ്തതിഉ മാലം റിഇൻ മുസ്ലിമിൻ ഹുവ ഫിഹാ കാദിബുൻ. കളവ് പറഞ്ഞിട്ട് മുസ്ലിമായ ഒരാളുടെ ഹക്ക് എടുക്കുക, അതിനാണ് യമീനുൽ ഗമൂസ് എന്ന് പറയാം. കളവ് പറയാം, എന്നിട്ട് മറ്റൊരാളുടെ സാധനം എടുക്കുക. ഇതാ ഈ ഫോൺ എൻ്റേതാണ്, അല്ലെങ്കിൽ ഈ സാധനം എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് അന്യൻ്റെ ഹക്ക് എടുക്കുക, ഇതിനാണ് യമീനുൽ ഗമൂസ് എന്ന് പറയുക. അപ്പം ഇങ്ങനെയുള്ള ഈ നാവ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ സ്വത്ത് വാരിക്കൂട്ടുന്ന ആളുകളുണ്ട്. എന്തെല്ലാം അപകടങ്ങളാണത്, വമ്പിച്ച തെറ്റാണ്. ഇതൊക്കെ എന്തിൽ പെട്ടതാ? കബായിർ, വമ്പിച്ച പാപങ്ങളിൽപ്പെട്ടതാണ്, ഗുരുതരമായ പാപങ്ങളിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, വിശ്വാസിനികളായ ഈമാനുള്ള മുഅ്മിനത്തുകളായ സ്ത്രീകളെ സംബന്ധിച്ച് അവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, അവര് അന്യരായിട്ടുള്ള ആളുകളുമായി കൊണ്ട് സഹശയനം നടത്തി, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രയോഗിക്കുക. അതെന്താണ്? ഗുരുതരമായ തെറ്റാണ്. സൂറത്ത് നൂറിൽ അല്ലാഹു തആല പറയാൻ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മ ലം യഅ്തൂ ബി അർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദാ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. സത്യവിശ്വാസിനികളായ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെക്കുറിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറയുക, അല്ലേ? അതെന്താണ്? വിശുദ്ധ ഖുർആൻ പറയാണ്,
വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താവിനോടുള്ള എല്ലാവിധ കടമകളും നിർവഹിച്ച് ശരീരത്തെ സംരക്ഷിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പറയുക, അപവാദങ്ങൾ പറയുക, തെറ്റായ കാര്യങ്ങൾ പറയുക. അവരുണ്ടല്ലോ സുംബലം യഹ്തൂബി അർബഅത്തി ശുഹദാ, എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല എങ്കിൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് 4 സാക്ഷികളെയും കൊണ്ടുവന്നില്ല എങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജൽദ, അവരെ 80 അടി അടിക്കണം. ഇസ്ലാമിൻ്റെ നിയമം അത്. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ വെറുതെ പറയാൻ പാടില്ല. 4 സാക്ഷികൾ കാണാതെ അങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതാ. അങ്ങനെ ഇത് സംഭവം നടന്നാൽ തന്നെ സാക്ഷികളില്ലാതെ പറഞ്ഞാൽ 80 അടി അടിക്കണം എന്നാണ് പറയുന്നത്. വലാ തഖ്ബലു ലഹും ഷഹാദതൻ അബദാ, ഒരിക്കലും അവരെ സാക്ഷ്യം പറഞ്ഞാൽ സ്വീകരിച്ചുകൂടാ. വ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ആര്? തമ്മാടികൾ, ഫാസിഖുകൾ അവരാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യമാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം പറയുക എന്നുള്ളത്. അൽ ഹൽഫു ബിഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് നാവിൻ്റെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അപകടമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മൻ കാന ഹാലിഫൻ ഫലിയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. മനസ്സിലായല്ലോ? ഗുരുവായൂരപ്പൻ തന്നെയാണ് സത്യം, പറയാൻ പറ്റൂല. അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ കുട്ടികൾ തന്നെയാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും ഒരു മുഅ്മിനായ മനുഷ്യന് പറയാൻ പാടില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? അള്ളാഹുവിന് സത്യമേ എപ്പോഴും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരാൾക്ക് അത് ബോധ്യപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വല്ലാഹി അല്ലെങ്കിൽ അള്ളാഹു തന്നെയാണ് സത്യം എന്നിങ്ങനെ നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇതാണ് പറയാം. പക്ഷേ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ വലിയ തെറ്റാണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു കാര്യം, സുബ്, ആക്ഷേപിക്കുക. എന്തെല്ലാം ചീത്ത വാക്കുകളാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത്. ഓരോ മൃഗങ്ങളുടെ, നാൽക്കാലികളുടെ പേരൊക്കെ ആളുകൾക്ക്, നല്ല നല്ല മനുഷ്യന്മാർ അവർ ചെയ്ത എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളുടെ പേരിൽ അതൊക്കെ പറയുക. അതെന്താണ്? അങ്ങനെ ആക്ഷേപിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. എന്താ പറയുന്നത് വിശുദ്ധ ഖുർആൻ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിച്ചുകൂടാ, ആക്ഷേപിച്ചു. പരിഹാസം പാടില്ല പ്രിയമുള്ളവരെ. അതാണ്. എന്നിട്ട് പറയാണ്, അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരു പക്ഷേ ഇവനേക്കാൾ പരിഹസിക്കപ്പെടുന്നവർ അവർ ഖൈറുള്ള ആളുകളായേക്കാം. വലാ നിസാഉം മിൻ നിസാ, സ്ത്രീകളും അങ്ങനെ പരിഹസിച്ചുകൂടാ. പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഖൈറുള്ള ആളുകളായേക്കാം എന്നുള്ളതാ. അതുപോലെ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വിളിച്ചുകൂടാ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറയാ. ബിഅസൽ ഇസ്മു അൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാൻ സ്വീകരിച്ച ശേഷം, അള്ളാഹുവിൽ വിശ്വസിച്ച ശേഷം ഇങ്ങനെയുള്ള പേരുകൾ എത്ര ചീത്ത എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യണം. ഇനി ചെയ്യൂല എന്ന് റബ്ബിന് വാക്കുകൊടുക്കണം. ചെയ്തില്ല എങ്കിലോ വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആരെങ്കിലും തൗബ ചെയ്തില്ല എങ്കിൽ അവർ അക്രമകാരികളാകുന്നു, അവര് ളാലിമീങ്ങളാകുന്നു വിശുദ്ധ ഖുർആൻ പറയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫഇയ്യാക സുമ്മ ഇയ്യാക അൻ തഷ്തുമ മുസ്ലിമൻ, നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് സൂക്ഷിക്കണം, പിന്നെയും സൂക്ഷിക്കണം, വീണ്ടും സൂക്ഷിക്കണം. എന്ത്? ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്നുള്ളത്.
ഔ തഗ്മിസുഹു, അതല്ലെങ്കിൽ എന്താണ് കണ്ണുകൾ കൊണ്ട് ഒരാളോട് മറ്റൊരാളെ സംബന്ധിച്ച് കണ്ണുകൾ കൊണ്ട് അങ്ങനെ കാട്ടി സംസാരിക്കുമല്ലോ, പിന്നെ അങ്ങനെ പോലും പാടുള്ളതല്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, സിബാബുൽ മുസ്ലിമി ഫുസൂഖൻ, മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്നുള്ളത് എന്താണ്? അത് ഫുസൂഖാൻ, അധർമ്മമാണ്, അവന് ഫാസിക്കാവുന്ന. വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ കൊന്നാലോ അത് കാഫിറാകുന്ന, കുഫർ സംഭവിക്കുന്ന കാര്യമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ, ലഅനത്ത്, ആളുകൾ ഇങ്ങനെ ശപിക്കും, നശിക്കട്ടെ, അങ്ങനെ എങ്ങനെയൊക്കെ പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യകൂനു ലആനൂന ശുഫആഉൻ വലാ ശുഹദാഉൻ യൗമൽ ഖിയാമ. ഇങ്ങനെ ശപിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഖിയാമത്ത് നാളിൽ അവർ സാക്ഷികളാവുകയില്ല, അവർ ശുപാർശകരുമായി തീരുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലഅനത്ത് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ശാപത്തിന് അർഹനല്ല എങ്കിൽ അത് തിരിച്ചു വരുമേ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നമ്മൾ ആരെയും ശപിച്ചുകൂടാ. ചില ആളുകൾ, ഉമ്മമാർ, പ്രായം ചെന്ന ആളുകൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ മക്കളെ ശപിക്കും ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ. അപ്പം അതെന്താ പാടുള്ളതല്ല. നമ്മൾ അതൊക്കെ എന്ത് ചെയ്യണം? മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മുടെ ഈമാന്, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാവിനെയും മനസ്സിനെയൊക്കെ നിയന്ത്രിക്കണം. ആരെയും ലഅനത്ത് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ ലഅന ഷൈഅൻ സഇദത്തിൽ ലഅനതു ഇലസ് സമാ ഫതുഗ്ലഖു അബ്വാബുസ് സമാ ദൂനഹാ ثم تهبط الى الارض فتغلق ابوابها دونها ثم تاخذ يمينا وشمالا فاذا لم تجد مساغا رجعت الى الذي لعن. കണ്ടങ്ങളെ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണ്ട, ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, സഇദത്തിൽ ലഅനതു ഇലസ് സമാ, ആകാശത്തേക്ക് പോകും. പക്ഷേ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയില്ല. ഫതുഗ്ലഖ് അബ്വാബുസ് സമാന, അങ്ങനെ എന്ത് ചെയ്യും? അത് ഭൂമിയിലേക്ക് പതിക്കും. ഭൂമി ഫതുഗ്ലഖ് അബ്വാബുഹാ ദൂനഹാന, ഭൂമിയുടെ പിന്നെ കവാടവും എന്ത് ചെയ്യും? അടക്കപ്പെടുന്ന. അങ്ങനെ തൗഖുദു യമീനൻ വശിമാലൻ, ആ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ പോവും. അവസാനം റജഅത് ഇലല്ലദീ ലുഅൻ, ആരാണോ ശപിച്ചത് അവനിലേക്ക് അത് വരുന്നുള്ളതാ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ നാവ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് എന്തും വിളിച്ചു പറയുക എന്നുള്ളതൊരു സത്യവിശ്വാസിക്കൊരിക്കലും യോജിച്ചതല്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ. വിശുദ്ധ ഖുർആൻ പറയാ, വഇദാ മറൂ ബിഹിം യതഗാമസൂൻ. ഖുർആൻ പറയുന്നതാണ്, ഇന്നല്ലദീന അജ്റമു, കുറ്റവാളികളായ പാപികളായ ആളുകൾ അവരെന്ത് ചെയ്യും? സത്യവിശ്വാസികളെ കണ്ടാൽ അവരെങ്ങനെ ആക്കി, കണ്ണുകൊണ്ട് ആക്കിയൊക്കെ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് എന്നുള്ളതാണ്. അതുപോലെ ശാപത്തെ കുറിച്ച് പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. അതായത് ഒരു സത്യവിശ്വാസി എന്തല്ല, മറ്റുള്ളവരെ കുത്തി സംസാരിക്കുക, അതുപോലെ ശപിച്ച് സംസാരിക്കുക, അതുപോലെ മ്ലേച്ഛമായ ഫാഹിഷത്ത് എന്താ അറിയോ? സിനയുമായി ബന്ധപ്പെട്ട ഫാഹിഷത്ത് എന്ന് പറഞ്ഞത്, വലാ തഖറബു സിന, ഈ സിനയോട് നിങ്ങൾ, വ്യഭിചാരത്തോട് നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാ. അതെന്താണ്? ഫാഹിഷത്താൻ എന്ന. അപ്പോൾ അങ്ങനെയുള്ള എന്താണ്? ഫാഹിഷത്ത്, മ്ലേച്ഛമായ വൃത്തികെട്ട അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയാൻ വേണ്ടി പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ എന്താ ചെയ്യുക? ചില ആളുകൾ വെറുതെ തർക്കിക്കും, ഒരാവശ്യമില്ല, എന്നാലും 2-3 ആളുകൾ കൂടിയ ഉടനെ തർക്കിക്കും. അതാണ് ഇന്ന അബഗളർ റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഖിസാം അൽ അലദ്ദുൽ ഖസിമു മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. എന്താ പറയുക ഞങ്ങൾ? ഇന്ന അബഗളർ റിജാൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹു വെറുത്ത ഒരാളാണ് ആര്? അതാരാ നിങ്ങൾ? അൽ അലദ്ദുൽ ഖസിം,
കുതർക്കം നടത്തുക. ഒരാവശ്യമില്ല, എന്നാലും വെറുതെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടില്ല, ദുനിയാവിലേക്ക് ഉപകാരപ്പെടും. പക്ഷേ എന്താണ്, അങ്ങോട്ട് കുതർക്കം നടത്തും. ഇതൊക്കെ വലിയ തെറ്റാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, അതോടൊപ്പം തന്നെ തമാശ പറയുകയാണെങ്കിൽ പോലും, തമാശ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്. തമാശ നമുക്ക് പറയാം, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറഞ്ഞിട്ടുള്ള ഒരു തമാശ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നബി ഒരു ഹദീസിൽ അത് കാണാൻ വേണ്ടി കഴിയും. ഹത്താ യദഅൽ മിസാഹ്, തമാശ അതിനു വേണ്ടി നമ്മൾ കളവ് പറഞ്ഞുകൂടാ, ഒഴിവാക്കണമേ എന്നുള്ളതാ. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താ, നമ്മുടെ നാവ്, ഈ നാവ് കൊണ്ട് പ്രിയമുള്ളവരെ വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ഖുർആനിൽ സൂറത്തുൽ ഹുമസ എന്ന് പറയല്ലേ, ആ അധ്യായത്തിൽ തന്നെ പറയുന്നത് എന്താ, നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ ആക്ഷേപിച്ചും കുത്തിയും പറയുന്നവർക്ക് മഹാനാശന, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അപ്പോൾ ഈ നാവിൻ്റെ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല, അങ്ങേറ്റത്തെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില ആളുകളുണ്ട്, ഒരാളെ കണ്ടാൽ ഒന്ന് പറയും, അയാളെ അടുത്ത് മറ്റൊരാളെ കണ്ടാൽ, അത് കഴിഞ്ഞ് മറ്റൊരാളെ കണ്ടാൽ നേരെ ഓപ്പോസിറ്റ് പറയും. അതിനെന്താ പറയുക, രണ്ട് മുഖം എന്ന് പറയും, ഇരട്ടത്താപ്പ് എന്ന് പറയും, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖം എന്ന് പറയും. മനസ്സിലായോ? ഒരാളെ കാണുമ്പോൾ ഒന്ന് പറയാം, അതിന് നേരെ എതിരായിട്ട് വേറെ ആളോട് പറയാം. അങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ ഏറ്റവും ദോഷകാരികളായിരിക്കുന്ന ഇന്ന ശർറന്നാസി ദൽ വജ്ഹൈൻ, രണ്ട് മുഖങ്ങളുള്ള ആളുകളാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാപികൾ, ദോഷം ചെയ്യുന്ന ആളുകൾ എന്ന. അല്ലദീ യഅതി ഹൗലായി ബിവജ്ഹിൻ വഹൗലായി ബിവജ്ഹിൻ, ഒരു കൂട്ടരോടൊന്ന് പറയുന്നു, മറ്റൊരു കൂട്ടരോട് വേറൊന്ന് പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ മഹാ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ കാര്യങ്ങളും വിചാരണ ചെയ്യും. നാവ്, അതുപോലെ നമ്മുടെ ഹൃദയം, ഇതൊക്കെ വിചാരണ ചെയ്യുന്ന ഇന്ന സംഅ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലന, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലന. നമ്മുടെ കണ്ണ്, കാത്, ഹൃദയം ഇതൊക്കെ അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകൾ, നന്മകൾ അത് പറയണമെന്നാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സംഗതികൾ പറഞ്ഞു. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, അതായത് നിൻ്റെ നാവ് അത് നനവുള്ളതാകണം. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ ദിക്റ് കൊണ്ട്. എന്താ അത്? ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ആരെങ്കിലും സുബഹിക്കും അതുപോലെ വൈകുന്നേരവും, പ്രഭാതത്തിലും വൈകുന്നേരവും, സുബഹിക്ക് ശേഷം അതുപോലെ വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅതു മറ, 100 തവണ പറയണം. എന്നാലോ ഹുത്തത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന. പക്ഷെ എന്ത് ചെയ്യണം? വൈകുന്നേരം, രാവിലെ ഒക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയണം. എത്ര ആളുകൾ അങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലും? വളരെ കുറവാണ്. എന്നാൽ അതേ അവസരത്തിലോ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, കളവ്, അതുപോലെ ഗീബത്ത്, നമീമത്ത്, മറ്റുള്ള ആളുകളെ ആക്ഷേപം, ലഅനത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദുർഗുണങ്ങൾ, നാവിൻ്റെ ആപത്തുകൾ എന്ന് പറഞ്ഞല്ലോ, ആഫത്തുൽ ലിസാൻ, അത് പറയും. അത് തെറ്റാണ്. നമ്മളത് മാറ്റി എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ നാവും നമ്മുടെ ഹൃദയം ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകണം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ നമ്മൾ അഹബ്ബു അൽ കലാമി ഇലല്ലാഹി അർബഅന, കലാമുകളിൽപ്പെട്ട 4 അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന. എന്താണത്? സുബ്ഹാനല്ലാഹ്
വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ. ഇതാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കാര്യങ്ങൾ. ഒരു സംഭവം കൂടെ പറയട്ടെ പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എനിക്ക് മുമ്പ് വന്ന അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും ഹൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ അതാണെന്നാണ്. എനിക്കും എൻ്റെ മുമ്പുള്ള അമ്പിയാക്കളും അവ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അർത്ഥം അല്ലാഹുവല്ലാതെ ആരാധനക്ക് ഇബാദത്തിന് അർഹനായി ഒരു ശക്തിയില്ല എന്നുള്ള, അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. ഒരു ശക്തിയില്ല. അമ്പിയാക്കളോ മലായിക്കത്തുകളോ മഹാന്മാരോ ജിന്നുകളോ ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ ആ വിശ്വാസം നമ്മൾ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ആ ലാ ഇലാഹ ഇല്ലല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ധാരാളം ചൊല്ലാറുണ്ടായിരുന്നു. അതുപോലെ അസ്തഗ്ഫിറുല്ലാ നബി 100 തവണയൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നാവ് കൊണ്ട് നമ്മൾ പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നന്മകളും ദിക്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.